നമ്മൾ പലരും കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ കുട്ടിക്ക് വായിക്കുവാൻ തീരെ താല്പര്യമില്ല, നിസ്സാരമായ വാക്കുകൾ വായിക്കുന്നതിൽ അവൻ പ്രയാസം അനുഭവിക്കുന്നു, വായിക്കുമ്പോൾ വാക്കുകളും സെന്റൻസുകളും സ്കിപ്പ് ചെയ്യുന്നു, വാക്കുകൾ ഗസ് ചെയ്ത് വായിക്കുന്നു, ലെറ്റേഴ്സുകൾ തമ്മിൽ മാറിപ്പോകുന്നു എന്നിങ്ങനെയൊക്കെ പേരൻസ് പരാതിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ വായിക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വായനയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ ഒരു കണ്ടീഷനെയാണ് ഡിസ്ലെക്സിയ അഥവാ വായനാ വൈകല്യം എന്ന് പറയുന്നത്. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആൻഡ് ഫോണോളജിക്കൽ പ്രോസസ്സിംഗ് പ്രോബ്ലം ആണ്. പ്രായഭേദമന്യേ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു ഡിസോർഡറും കൂടെയാണ് ഡിസ്ലെക്സിയ. അക്ഷരങ്ങൾ തിരിച്ചറിയാം, എന്നാൽ അക്ഷരങ്ങൾ കൂട്ടമായി ചേർന്ന് വാക്കുകളായോ വാക്യങ്ങളായോ നിന്നാൽ അതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. സാധാരണയായോ അതിൽ കവിഞ്ഞോ ഐക്യോ ഉള്ള കുട്ടികളിൽ വായിക്കുവാനുള്ള ബുദ്ധിമുട്ടും അതിനെ തുടർന്ന് എഴുത്തിലും ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റ് പ്രശ്നങ്ങളാണ് ഇവർക്ക് ഡിറക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. അതായത് ലെഫ്റ്റും റൈറ്റും മാറിപ്പോകുന്നു. സൗണ്ട് ലെറ്റർ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവാറില്ല ഈ കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ എയുടെ സൗണ്ട് അ എന്നും ബി ബ സി ക ഇങ്ങനെയുള്ള സൗണ്ടിൽ അവർ വായിക്കാറില്ല. പിന്നെ ഒരു സാധനത്തിന്റെ പേര് ഓർത്തിരിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ആപ്പിളിന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആണെന്നും അതിന്റെ നിറം എന്താണെന്നും അതിന്റെ ഉപയോഗം എന്താണെന്നും അതിന്റെ ഷേപ്പ് എന്താണെന്നും അവർക്കറിയാം. പക്ഷേ ആപ്പിൾ എന്ന റിട്ടേൺ ഫോമിൽ എഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല അവർക്ക്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ ചില ലെറ്റേഴ്സ് മിറർ ഇമേജുകളായി വായിക്കും. അതായത് BA-DA ആയിട്ടും അതേപോലെ തന്നെ PA-Q ആയിട്ടും വായിക്കാറുണ്ട്. ഈ ഒരു പ്രവണത ചില വാക്കുകൾ വായിക്കുമ്പോഴും കാണാറുണ്ട്. ക്യാറ്റ്, ടാഗ്, സോ, വോസ് എന്നിങ്ങനെ. ഒരു പാരഗ്രാഫ് ഇവർക്ക് വായിക്കുവാൻ കൊടുക്കുമ്പോൾ അവർ അതിലെ ഫുൾ സ്റ്റോപ്പ്, പഞ്ച്വേഷൻ മാർക്ക് എന്നിങ്ങനെയെല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരു പ്രവണതയും കണ്ടുവരാറുണ്ട്. ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വൊക്കാബുലറി അധികം ഉണ്ടാവില്ല. റീഡിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്ക് അവരുടെ റീഡിംഗ് ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ റീഡിംഗ് സ്ട്രിപ്സ് പൊതുവെ യൂസ് ചെയ്യുന്നു. ഇത് ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് കറക്റ്റ് ഓർഡർ ആയിട്ടും സ്കിപ്പ് ചെയ്യാണ്ടും വായിക്കുവാൻ സാധിക്കും. റിപ്പീറ്റഡ് ആയിട്ടുള്ള റീഡിംഗ്, എക്കോ റീഡിംഗ്, പെയർഡ് റീഡിംഗ് എന്നിവയിലൂടെ അവരുടെ റീഡിംഗ് ഫ്ലുവൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്ക് റീഡിംഗ്, സ്പോർട്സ് എന്നീ പല സോഴ്സുകളിലൂടെ കുട്ടികളുടെ വൊക്കാബുലറി കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയുകയും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ചെയ്താൽ ഇതുമൂലമുണ്ടാവുന്ന കൂടുതൽ പഠന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.